ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജനുവരി 2. നമുക്ക് ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഹരിവരാസനം അവാർഡ് ഫോർ കൈതപ്രം. കൈതപ്രത്തിന് ഹരിവരാസനം പുരസ്കാരം. മിക്കവാറുമല്ല മലയാള പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ഹിന്ദു പത്രത്തിലും ഹരിവരാസനം അവാർഡ് ഫോർ കൈതപ്രം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഹരിവരാസനം അവാർഡിനെ ആരെയാണ് തിരഞ്ഞെടുത്തത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഹരിവരാസനം അവാർഡ് 2025 ഇത് ലഭിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മലയാള ഗാന രചയിതാവ്, കവി, സംഗീത സംവിധായകൻ, നടൻ, ഗായകൻ, തിരക്കഥാകൃത്ത്, സംഗീത തെറാപ്പിസ്റ്റ് ആണ് അദ്ദേഹം. കൈതപ്രം എന്നറിയപ്പെടുന്ന കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹരിവരാസനം അവാർഡ് നൽകി ആദരിക്കുന്നത്. ഹരിവരാസനം അവാർഡ് നൽകുന്ന സംഘടന കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് ശബരിമല. അപ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡും ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഹരിവരാസനം അവാർഡ് എല്ലാ വർഷവും നൽകുന്നത്. ശബരിമല സന്നിധാനത്ത് അവാർഡ് ജേതാക്കൾക്ക് ഹരിവരാസനം അവാർഡ് നൽകുന്നത് ഏത് ദിവസമാണ്? മകരവിളക്ക് ദിവസം. അപ്പൊ മകരവിളക്ക് ദിവസത്തിലാണ്, അതും ശബരിമല സന്നിധാനത്ത് വെച്ചാണ് ഈ ഒരു അവാർഡ് നൽകി ആദരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, ശബരിമലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മകരവിളക്ക്. ആ ഒരു ദിവസമാണ് ഹരിവരാസനം എന്ന അവാർഡ് നൽകി ആദരിക്കുന്നത്. 2025 ഈ അവാർഡ് ലഭിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2024 ഹരിവരാസനം അവാർഡ് ആർക്കാണ് ലഭിച്ചത്? വീരമണിദാസൻ. അതായത് കഴിഞ്ഞ ഹരിവരാസനം അവാർഡ് ലഭിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തനായിട്ടുള്ള വീരമണിദാസനാണ്. അതിനു മുമ്പാണെങ്കിൽ 2023 ശ്രീകുമാരൻ തമ്പിക്കും, 2022 ആലപ്പി രംഗനാഥനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2022 ആലപ്പി രംഗനാഥ്, 2023 ശ്രീകുമാരൻ തമ്പി, 2024 വീരമണിദാസൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: വൈശാലി ബ്രോൺസ് ഇൻ വേൾഡ് ബ്ലിസ് ചെസ് ക്യാപ്സ്, ഫിനോമിനൽ ഇയർ ഫോർ ഇന്ത്യ. ലോക ബ്ലിസ് ചെസ്സിൽ വൈശാലി വെങ്കലം നേടിയത് ഇന്ത്യക്ക് അത്ഭുതകരമായ വർഷമാണ്. നമുക്കറിയാം വൈശാലി ആരാണെന്നും. വിമൻസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള പ്രജ്ഞാനന്ദന്റെ സിസ്റ്റർ ആയിട്ടുള്ള വൈശാലിക്കാണ് വേൾഡ് ബ്ലിസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 വനിതാ ലോക ബ്ലിസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ WGM വൈശാലി നേടിയ മെഡൽ ഏതാണ്? വെങ്കലം. 2024 ലോക ബ്ലിസ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഇതിൽ വിമൻസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വൈശാലിക്ക് വെങ്കലം ലഭിച്ചു. ഇത് വലിയൊരു നേട്ടമാണ്. കാരണം ഇത് വുമൻസ് വേൾഡ് ബ്ലിസ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഏത് ചെസ് ഇനത്തിലാണ് WGM കൊനേരു ഹംപി 2024 വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്? റാപ്പിഡ് ഈവന്റ്. റാപ്പിഡ് ഈവന്റ് അതുപോലെ തന്നെ ബ്ലിറ്റ്സ്, ഈ രണ്ട് ഈവന്റ്സ് ആണ് ചെസ്സിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഈവന്റ്. ഈ ഒരു ഈവന്റിൽ വൈശാലിക്ക് ബ്രോൺസ് ലഭിച്ചു. അതേപോലെ തന്നെ റാപ്പിഡ് ഈവന്റിലാണെങ്കിൽ കൊനേരു ഹംപിയാണ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. വുമൻസ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് ഇവന്റിലാണ് കൊനേരു ഹംപി കഴിഞ്ഞ ആഴ്ച ഇരുന്നതിന്റെ മത്സരം. ഇതിൽ കൊനേരു ഹംപിയാണ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. പുരുഷന്മാരുടെ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 നേടിയത് ആരാണ്? മാഗ്നം കാർസൺ, റഷ്യയുടെ ഇയാൻ നെപ്പോനിയാച്ചി. രണ്ടുപേരാണ് ഈ പ്രാവശ്യം വേൾഡ് ബ്ലിസ് ചെസ് ചാമ്പ്യൻഷിപ്പ് അത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒന്ന് നൈജീരിയൻ താരമായിട്ടുള്ള മാഗ്നസ് കാർസണും ഒപ്പം റഷ്യയുടെ ഇയാൻ നെപ്പോനിയാച്ചിയും. 2024 വനിതാ ലോക ബ്ലിസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ആരാണ്? ജു വെൻചുൻ, ചൈന. ചൈനയുടെ ജു വെൻചുൻ ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് വിമൻസ് വേൾഡ് ബ്ലിസ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത്. വിമൻസ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത് കൊനേരു ഹംപി, ഇന്ത്യയുടെ വിമൻസ് ഗ്രാൻഡ് മാസ്റ്റർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വൈശാലിക്ക് ലഭിച്ചിട്ടുള്ളത് ബ്ലിസ് എന്ന ഇനത്തിൽ വെങ്കലമാണ്. നമുക്ക് ഇന്നത്തെ മറ്റൊരു കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്:
മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഡിക്ലെയർസ് 2025 ആസ് ഇയർ ഓഫ് റിഫോംസ്. പ്രതിരോധ മന്ത്രാലയം 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് 2025 ആസ് ഇയർ ഓഫ് റിഫോംസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് മന്ത്രാലയമാണ് 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചത്? പ്രതിരോധ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് 2025 ഇയർ ഓഫ് റിഫോംസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. 2029 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിശ്ചയിച്ച ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എന്താണ്? ഡിഫൻസ് എക്സ്പോർട്ട് ഓഫ് ₹50,000 crores, 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുന്ന, ഇറക്കുമതി ചെയ്യുന്ന രാജ്യം അത് ഇന്ത്യയാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ പതിയെ പതിയെ എക്സ്പോർട്ടിംഗ് മേഖലയിലേക്കും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രാരംഭം എന്ന് പറയുമ്പോൾ ₹2,000 crores 2,000 കോടി രൂപയുടെ എക്സ്പോർട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് വളരെയധികം ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന 2029 കൂടി ഇന്ത്യ 50,000 കോടി രൂപയുടെ എക്സ്പോർട്ട് ചെയ്യുമെന്നാണ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2024 ഡിസംബർ 30 പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ച പ്രകാരം 2024 പ്രതിരോധ കയറ്റുമതിയുടെ റെക്കോർഡ് എന്താണ്? 21,000 കോടി രൂപ, ₹21,000 crore. ഈ കഴിഞ്ഞ ഡിസംബർ 30 ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചത്, അതായത് 2024 ഇന്ത്യ ₹21,000 crores ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്തു. അതായത് തുടക്കം എന്ന് പറയുമ്പോൾ 2,000 കോടി രൂപയിൽ തുടങ്ങിയത് ഇന്നിപ്പോൾ 21,000 crore ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിംഗ് മേഖലയിലേക്ക് ഇന്ത്യ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന 2029 ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 50,000 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്യണമെന്നാണ്. ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ശ്രീ അമിത് ഷാ ടു റിലീസ് എ ബുക്ക് ടൈറ്റിൽഡ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് ഇൻ ന്യൂഡൽഹി. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകം ശ്രീ അമിത് ഷാ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പേരിൽ ഒരു പുസ്തകം 2024 ജനുവരി 2 ന്യൂഡൽഹിയിൽ ആരാണ് പ്രകാശനം ചെയ്യുന്നത്? കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകം യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹോം അഫയേഴ്സ് ആൻഡ് കോർപ്പറേഷൻ അമിത് ഷാ ഈ പുസ്തകം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹോം അഫയേഴ്സ് ഒപ്പം തന്നെ കോർപ്പറേഷൻ മിനിസ്റ്റർ ആണ് അമിത് ഷാ. 2024 ജനുവരി 2 ന്യൂഡൽഹിയിൽ നടക്കുന്ന ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ ആരാണ് അധ്യക്ഷനാകുക? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ആണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹമാണ് ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് അതിന്റെ അധ്യക്ഷനാകുന്നത്, പ്രിസൈഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ചീഫ് ഗസ്റ്റ് ആണ് അമിത് ഷാ. അമിത് ഷായാണ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകത്തിന്റെ റിലീസ് ചെയ്യുന്ന ചീഫ് ഗസ്റ്റ്. ജമ്മു കാശ്മീർ പ്രദേശത്തിന്റെ എത്ര വർഷത്തെ ചരിത്രം ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 3000 വർഷം. അതായത് 3000 വർഷം പഴക്കം. ആ വർഷം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 3000 വർഷത്തിന്റെ ഒരു ഹിസ്റ്ററിയാണ് ഈ പുസ്തകത്തിൽ വരാൻ പോകുന്നത്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഏത് സംഘടനകളുടെ സഹകരണത്തോടെയാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഈ രണ്ട് ഓർഗനൈസേഷൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഓർഗനൈസേഷൻസ് ആണ്. ഒന്ന് നാഷണൽ ബുക്ക് ട്രസ്റ്റും മറ്റൊന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഈ രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകത്തിന്റെ പബ്ലിഷേഴ്സ്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര ടേക്സ് ചാർജ് ആസ് ചീഫ് ഓഫ് IAF വെസ്റ്റേൺ കമാൻഡ്. എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റേൺ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്.
നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 1 ഇന്ത്യൻ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ കമാൻഡ് ആണ് വെസ്റ്റേൺ എയർ കമാൻഡ്. വെസ്റ്റേൺ എയർ കമാൻഡിന്റെ ഹെഡ് AOCNC ആയിട്ട് എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട് എയർ മാർഷൽ ജിതേന്ദ്ര സിംഗ് ചുമതലയേറ്റെടുത്തു ഇന്നലെ ജനുവരി 1 ഏത് എയർഫോഴ്സ് കമാൻഡാണ് സെൻസിറ്റീവ് ലഡാക്ക് സെക്ടറിലെ വ്യോമമേഖലയുടെ സുരക്ഷ നോക്കുന്നത്? വെസ്റ്റേൺ എയർ കമാൻഡ്. ലഡാക്ക് റീജിയൻ, നോർത്തേൺ റീജിയന്റെ വളരെ പ്രധാനപ്പെട്ട ആ ഏരിയ മൊത്തം നോക്കുന്ന, എയർ സ്പേസ് നോക്കുന്ന എയർഫോഴ്സിന്റെ കമാൻഡ് ആണ് വെസ്റ്റേൺ എയർ കമാൻഡ്. അതുപോലെ തന്നെ രാജസ്ഥാൻ ഏരിയ ആണെങ്കിൽ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് ആണ്. കിഴക്കൻ ഭാഗത്താണെങ്കിൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ എയർ കമാൻഡ് ആണ് നോക്കുന്നത്. വെസ്റ്റേൺ എയർ കമാൻഡിന്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ടാണ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര ജനുവരി 1 ചുമതലയേറ്റെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് ആണിപ്പോൾ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഹെഡിംഗ് ആണ് ക്യാബിനറ്റ് അപ്രൂവ്സ് കണ്ടിന്യൂഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ ഫസൽ ബീമ യോജന. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ തുടർച്ചയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. കർഷകരുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണിത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025-26 വരെ നീട്ടിയ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ലക്ഷ്യം എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ കർഷകർക്ക് റിസ്ക് കവറേജ് നൽകുക. ഇപ്പൊ നാച്ചുറൽ കലാമിറ്റീസ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒന്നാണ് കർഷകർ. ഇപ്പൊ ഇവർക്കൊരു റിസ്ക് കവറേജ് നൽകുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അപ്പൊ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ 2025-26 വരെ നീട്ടിയിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്യാബിനറ്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ തീരുമാനപ്രകാരമാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന 2025-26 വരെ നീട്ടിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയ്ക്കും പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് സ്കീമിനുമായി നീക്കിവെച്ച മൊത്തം ബജറ്റ് എത്രയാണ്? 69,515.71 കോടി. കർഷകർക്ക് റിസ്ക് കവറേജിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് തുക ഇതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇതനുസരിച്ച് മാറ്റിവെച്ച തുകയാണ് 69,515.71 കോടി രൂപ. ഏത് തീയതി വരെ ഡയമോണിയം ഫോസ്ഫേറ്റിന്റെ ഒറ്റത്തവണ പ്രത്യേക പാക്കേജിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി? 31 ഡിസംബർ 2025. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അതിന്റെ എക്സ്റ്റൻഷൻ ഒരു വർഷം കൂടി നീട്ടിയിരിക്കുകയാണ് 2025-26 വരെ. അതുപോലെ തന്നെ മറ്റൊന്ന് ആണ് ഡയമോണിയം ഫോസ്ഫേറ്റ് DAPയുടെ ആ ഒരു സ്പെഷ്യൽ പാക്കേജിന്റെ അപ്രൂവലും ഒരു വർഷം വരെ നീട്ടിയിരിക്കുകയാണ്. അതായത് 2025 31 ഡിസംബർ വരെ. കർഷകർക്ക് നൽകുന്ന ഒരു സബ്സിഡി സിസ്റ്റമാണ് ഡയമോണിയം ഫോസ്ഫേറ്റ് DAP. ഇതിന്റെ പാക്കേജിന്റെ ആ റേറ്റ് ആണ് 31 ഡിസംബർ വരെ നീട്ടിയിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.